ദൂതൻ കടന്നു വരികയും ആ ദൂതൻ വന്ന കുളം കലക്കുകയും ചെയ്യുമ്പോൾ ഏതു വിധത്തിലുള്ള വ്യാധി പിടിച്ച ഏതൊരു മനുഷ്യനാണെങ്കിലും ആ കുളത്തിലേക്ക് ആദ്യം ഇറങ്ങിയാൽ അവന് സൗഖ്യമുണ്ടാകും എന്നതായിരുന്നു അവിടുത്തെ പ്രത്യേകത. അങ്ങനെ വർഷങ്ങളായി ഈ ബെഥേസ്ദ കുളത്തിൽ ഈ പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 38 വർഷമായിട്ട് രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ദൂതൻ അതാത് സമയങ്ങളിൽ വന്ന് കുളം കലക്കുന്ന സമയത്ത് ഇദ്ദേഹം ആർത്തിയോടെ ആവലോടെ സൗഖ്യത്തിന് വേണ്ടി ഓടിച്ചെല്ലും. പക്ഷേ ഇദ്ദേഹത്തിന് മുമ്പായി പലരും എടുത്തു ചാടി സൗഖ്യം പ്രാപിക്കുകയാണ്. അങ്ങനെ 38 വർഷം ആയിട്ടും ഇദ്ദേഹത്തിന് ഒരു വിടുതൽ കിട്ടിയിട്ടില്ല, ഇദ്ദേഹത്തിന് ഒരു സൗഖ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ 38 വർഷമായിട്ട് പല പ്രാവശ്യം അദ്ദേഹം രോഗം സൗഖ്യം പ്രാപിക്കാനായി ശ്രമിച്ചിട്ടുണ്ട്, കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തനിക്ക് മുമ്പായി പലരും എടുത്തു ചാടി സൗഖ്യം പ്രാപിച്ച് പലരും അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ പലരും കാഴ്ച പ്രാപിച്ചു. മുടന്തരായുള്ളവർ നടന്നു. അങ്ങനെ വിവിധങ്ങളായ സൗഖ്യങ്ങൾ അവിടെ നടന്ന് കണ്ടും കേട്ടും കിടന്ന ഒരു മനുഷ്യൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ യേശു കർത്താവ് ഈ കുളത്തെ ഒന്ന് സമീപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ശ്രദ്ധിക്കണമേ, ആ കുളത്തിന്റെ പ്രത്യേകത വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞു 5 മണ്ഡപം അവിടെ ഉണ്ട്. വിവിധ വ്യാധികളാൽ പിടിക്കപ്പെട്ടവരാണ് ആ സ്ഥലത്തുള്ളത്. അങ്ങനെ ഒരു വലിയ ചരിത്രം ആ സ്ഥലത്തെ, ആ ബെഥേസ്ദ എന്ന് പറയുന്ന കുളത്തിനുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്താണ് സൗഖ്യമാകുവാൻ ഒരുപാട് സാധ്യതകളുള്ള ഈ സ്ഥലത്ത്, സൗഖ്യം പ്രാപിക്കുവാൻ ഒരുപാട് വഴികൾ അവിടെ തുറന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് 38 വർഷമായിട്ട് സൗഖ്യം കിട്ടാത്ത ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചു, ഒരുപാട് പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരാധനകളുമൊക്കെ നിലകൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നും ശൂന്യത അനുഭവിക്കുന്നവരുണ്ട്, ഇന്നും വിടുതൽ കിട്ടാതെ കിടക്കുന്നവര്, ഇന്നും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവര്. എന്താണ് ഇവരുടെയൊക്കെ ജീവിതത്തിലെ ഇങ്ങനെ ഒരു വിടവിനുള്ള കാരണം? എന്താണ് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൗഖ്യം കിട്ടാഞ്ഞിട്ടാണോ? സൗഖ്യം കൊടുക്കാൻ, രക്ഷപ്പെടുത്താൻ ആളില്ലാഞ്ഞിട്ടാണോ? പക്ഷേ അവർക്ക് ഇതുവരെ രക്ഷ കിട്ടിയിട്ടില്ല. ശ്രദ്ധിക്കണമേ, ഈ സ്ഥലത്തും അതേ ഒരു വിഷയം നടക്കുകയാണ്. സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ ഒരുപാട് ക്രമീകരണങ്ങളും ഒരുപാട് അടിസ്ഥാനപരമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എവിടെ ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ്. പ്രിയരെ, വളരെ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നാം പാർക്കുന്ന ഈ ലോകത്ത്, ഈ രാജ്യത്ത്, ഈ ഭൂമിയില് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലുകൾ നമുക്കുണ്ട്. ഏത് മെഡിസിനുകളും ഉള്ള, ഏത് സീരിയസ് ആയിട്ടുള്ള രോഗിയെ കൊണ്ടുചെന്നാൽ ട്രീറ്റ് ചെയ്ത് സൗഖ്യമാക്കുവാൻ കഴിയുന്ന, സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുള്ള ഒരു നാടാണ് നമ്മുടെ സംസ്ഥാനമായ കേരളം. ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ഇവിടെ രോഗികളുണ്ട്, ഇന്നും ഇവിടെ സൗഖ്യമില്ലാതെ കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആശുപത്രികളുടെ കുറവാണോ? ഡോക്ടേഴ്സിന്റെ കുറവാണോ? മെഡിസിന്റെ കുറവാണോ? കണ്ടുപിടിക്കാൻ കഴിയാത്തതിന്റെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ കുറവാണോ? അല്ല, എല്ലാം ഉണ്ടായിട്ടും ഇന്നും രോഗികളായിട്ടുള്ള പലരും ഇവിടെ ഉണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഈ ബെഥേസ്ദ എന്ന് പറയുന്ന കുളക്കരയിൽ നീണ്ട 38 വർഷം സൗഖ്യം ആഗ്രഹിച്ച് കിടന്നിട്ടും ഈ മനുഷ്യന് സൗഖ്യമില്ലാതിരുന്ന ഈ മനുഷ്യനെ ലക്ഷ്യമാക്കി, ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് നടന്നു വരികയാണ്. അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തോട് യേശു കർത്താവ് സംസാരിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? കർത്താവേ, ഗുരുവേ, സൗഖ്യം പ്രാപിക്കുവാനായി ഞാൻ ഇറങ്ങിച്ചെല്ലും, ഞാൻ ആഗ്രഹത്തോടെ കടന്നു ചെല്ലും. പക്ഷെ എനിക്ക് മുന്നമേ പലരും ഇറങ്ങി സൗഖ്യം പ്രാപിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, എന്നെ സൗഖ്യമാക്കാൻ, എന്നെ രക്ഷിക്കാൻ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ശ്രദ്ധിച്ചാട്ടെ,
ഇന്നത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പ്രത്യേകത സംവിധാനങ്ങൾ ഇല്ലാത്തതാണോ കാരണം? ഡോക്ടർമാർ ഇല്ലാത്തതാണോ? മെഡിക്കൽ കോളേജുകൾ ഇല്ലാഞ്ഞിട്ടാണോ? മെഡിസിൻ ഇല്ലാത്തതാണോ പരാതി? അല്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ചിലർക്ക് ചില സഹായങ്ങൾ ചിലർക്ക് കിട്ടുന്നില്ല. എന്താണ് ആ സഹായം? അത് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്നുള്ള സഹായം. ശ്രദ്ധിച്ചാട്ടെ, ഈ മനുഷ്യൻ അദ്ദേഹം യേശുവിനോട് പറയുകയാണ്, യേശുവേ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഈ മനുഷ്യന്റെ പരാതി വലിയ പരാതിയാണ്. ഈ മനുഷ്യന്റെ വിഷയം ഒരു വലിയ വിഷയമാണ്. ഇദ്ദേഹത്തിന് മറ്റൊന്നുമല്ല വിഷയം. ഇദ്ദേഹത്തിന് ഒന്നും ഇല്ലാത്തതല്ല കാരണം. ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇദ്ദേഹത്തെ കുളത്തിലേക്ക് കരം പിടിച്ചിറക്കാൻ ആരുമില്ല. ഇദ്ദേഹം തനിയെ ഇറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് മുന്നമേ പലരും കടന്നു വരികയാണ്. എന്നാൽ യേശു ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ മനുഷ്യനെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടുത്തെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? ദൂതൻ വന്ന് കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന വ്യക്തി എന്ത് ചെയ്യും? ഏത് വ്യാധി പിടിച്ചവനാണെങ്കിലും അവന് സൗഖ്യമാണ്. അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്ന ഈ സ്ഥലത്ത് ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഒരു മനുഷ്യൻ അവിടെ സൗഖ്യം പ്രാപിക്കും. എന്താണ് യേശു പറഞ്ഞു? യേശു എന്താണ് ആ മനുഷ്യനെ നോക്കി പറഞ്ഞത്? നമുക്കറിയാമല്ലോ. യേശു ആ മനുഷ്യനെ നോക്കി പറഞ്ഞത് എന്താണ്? നീ കുളത്തിലിറങ്ങണം, ഞാൻ കുളം കലക്കാം, നീ വന്ന് കുളത്തിൽ ഇറങ്ങണമെന്നൊന്നും കർത്താവ് പറയുന്നില്ല. കർത്താവ് വന്നിട്ട് ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ കിടക്കയെടുത്ത് നീ നടന്ന് വീട്ടിലേക്ക് പോകുക. പ്രിയരെ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ഈ ദേശത്തോട് അറിയിക്കാനുള്ള ഒരു സന്ദേശം, ഒരുപക്ഷെ ഒരു സഹായം ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എവിടെയൊക്കെയോ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ? ഏതൊക്കെയോ സഹായഹസ്തങ്ങൾ നിങ്ങൾക്കില്ലാതെ നിങ്ങൾ പരാജയപ്പെട്ട് കണ്ണുനീരിലും നിരാശയിലും രോഗത്തിലും അനാഥത്വം അനുഭവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളെ തേടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. നിങ്ങൾക്കൊരു സഹായം തരുവാനാണ്, നിങ്ങൾക്കൊരു രക്ഷ തരുവാനാണ്, നിങ്ങൾക്കൊരു സംരക്ഷണം തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതാണ്. ശ്രദ്ധിച്ചാട്ടെ, ആ മനുഷ്യൻ സൗഖ്യമുള്ളവനായി അദ്ദേഹം വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. 38 വർഷത്തെ ചരിത്രവും അവസാനിപ്പിച്ചിട്ട് 38 വർഷത്തെ ചരിത്രത്തെ മാറ്റിക്കൊണ്ട് ആ മനുഷ്യൻ എന്നേക്കുമായി അവിടെ എഴുന്നേറ്റു. അദ്ദേഹം അവിടെ ഉയർക്കപ്പെട്ടു. അദ്ദേഹം നടക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പരാജയങ്ങൾ അവിടെ മാറി, അദ്ദേഹത്തിന്റെ ഇടിവുകൾ അവിടെ മാറി, അദ്ദേഹത്തിന്റെ ശൂന്യതകൾ മാറി, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഒരു സംവിധാനങ്ങളുമില്ലാതെ ആ ബെഥെസ്ദ കുളക്കരയിൽ വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണങ്ങളോ ഒരു സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ യേശു അദ്ദേഹത്തെ സൗഖ്യമാക്കി. യേശു പറഞ്ഞു, നീ കിടക്കയെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക. ഇന്ന് പകലിൽ ഈ സന്ധ്യയോടെടുക്കുന്ന ഈ സമയം ഈ ദേശവാസികളായ നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പണം ഉണ്ടായിരിക്കാം, വീടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആളുകൾ ഉണ്ടായിരിക്കാം, കരുതലുണ്ടായിരിക്കാം, സംരക്ഷണം ഉണ്ടായിരിക്കാം, ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ എവിടെയൊക്കെ ഒരു ശൂന്യത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ആ ശൂന്യതയെ പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന് വേണ്ടി, ആ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ഇറക്കാമെങ്കിൽ, ആ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ആ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങൾ നെടുമ്പാട് വീണ്, കർത്താവേ, എനിക്കൊരു രക്ഷ ആവശ്യമാണ്, എന്റെ ജീവിതത്തിലെ ഈ പ്രശ്നത്തിന് ഒരു വിടുതൽ എനിക്ക് തരണമെന്ന് ആത്മാർത്ഥമായി ഹൃദയം തകർന്ന് നിങ്ങൾ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത വിടുതൽ തരുവാൻ, ആ ശൂന്യതയെ മാറ്റി എഴുതുവാൻ യേശുവിന് കഴിയും. ഈ ഒരു സന്ദേശത്തെയാണ്, ഈ ഒരു സന്ദേശം അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ശൂന്യതയെ, ഈ വിടവിനെ നികത്താൻ കഴിയുന്ന ഒരേ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ, നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരുപാട് രക്ഷകന്മാരില്ല, ഒരുപാട് സംവിധാനങ്ങൾ ഇല്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതെ, ഒരുപാട് അവതാരകന്മാർ, ഒരുപാട്
കർത്താക്കന്മാർ ഒരുപാട് ഗുരുക്കന്മാരൊക്കെ അവതരിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ നാട്. പക്ഷേ ഇവർക്കാർക്കും മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് കറക്റ്റായ നിത്യമായ അവരുടെ ശൂന്യത അറിഞ്ഞ് ഒരു പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ യഥാർത്ഥമായി പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരുവൻ ദൈവപുത്രനായി ലോകത്തിൽ അവതരിച്ചു. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ആ യേശു കർത്താവ് പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരപ്പെട്ട് മനസ്സ് കലങ്ങി കണ്ണുനീരിൽ മാത്രം അവശേഷിക്കുന്ന ജീവിതം അവശേഷിക്കുന്ന സ്നേഹിത, ആരെങ്കിലും ഞങ്ങളെ ഇന്ന് ഈ സന്ധ്യയിൽ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ കടന്നു വന്ന ഒരേ ഒരുവൻ അത് യേശു കർത്താവാണ്. ആ യേശുവിന് നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. ആ യേശു കർത്താവിന് നിങ്ങളുടെ തകർന്നുപോയ കുടുംബത്തെ പണിയുവാൻ കഴിയും. ആ യേശു കർത്താവിന് നിങ്ങളുടെ മാരകമായ രോഗങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. ആമേൻ. അങ്ങനെ അത്യത്ഭുതങ്ങൾ ചെയ്ത ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ കാലത്ത് അനേക കുടുംബങ്ങൾക്ക് നന്മ ചെയ്ത്, അനേകം മരിച്ചവരെ ഉയർപ്പിച്ച്, അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്ത്, അനേക അന്ധന്മാരെ സൗഖ്യമാക്കി. ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ കടന്നു ചെന്ന് ഒരു വലിയ പ്രശ്നത്തെ പരിഹരിച്ചു യേശു കർത്താവ്. യഹൂദന്മാരുടെ ഒരു കല്യാണത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരുന്ന്, ഒരു വിഭവം നഷ്ടപ്പെട്ടു തീർന്നുപോയി. അത് കർത്താവായ യേശു ക്രിസ്തു പച്ചവെള്ളം കൊണ്ട് അതിനെ പരിഹരിച്ചു കൊടുത്തു. സ്നേഹിത, ഏതെങ്കിലുമൊക്കെ നീറുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെയാണോ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സന്ധ്യയിൽ അവന് നിന്റെ തീർത്ഥാടനങ്ങൾ ആവശ്യമില്ല. നിന്റെ ഒരു പൈസ പോലും അവൻ ചോദിക്കുന്നില്ല. നിന്റെ യാതൊന്നുമല്ല അവൻ ആഗ്രഹിക്കുന്നില്ല. നീ എത്ര കൊടുമ്പാവിയാണെങ്കിലും, നീ എത്ര തെറ്റുകാരനാണെങ്കിലും ആ കർത്താവ് നിന്നെ നോക്കി വിളിക്കുന്നു, സ്നേഹിത, നിന്റെ ഹൃദയം നീ എനിക്ക് തരിക. ഒരു വാക്ക് ഹൃദയം തുറന്നു നീ പറയണം, കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വന്ന് എന്നെ അങ്ങ് സഹായിക്കണമേ. എന്റെ ജീവിതത്തിന്റെ വിടവുകളെ നികത്താൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആര് ആ ഹൃദയം തുറന്ന് വിളിക്കുന്നുണ്ടോ അവനെ സഹായിക്കുവാനായി സദാ ജാഗരൂകനായി നിൽക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയരെ, ഈ സന്ധ്യയിൽ നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിൽ വിഷാദത്തിൽ കഴിയുന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ നിങ്ങൾ ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് തീർത്ഥാടനങ്ങൾ നടത്തി നോയമ്പ് നോക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് മടുത്ത വ്യക്തിയാണോ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. നിങ്ങൾ പരാജയപ്പെടല്. നിങ്ങളുടെ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പിട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തുവാൻ കഴിയുന്ന കരുത്തനായ ഒരു കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയുന്നത്. ഈ 38 വർഷമായിട്ട് അവിടെ കിടന്ന മനുഷ്യനെ കൈപിടിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നീ നടക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ 38 വർഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നടന്നു. വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനത്തോടെയാണോ നിങ്ങൾ കഴിയുന്നത്? വർഷങ്ങളായിട്ട് ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ, അതേ വിഷാദങ്ങൾ, വിവിധങ്ങളായ കഷ്ടപ്പാടുകളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നതിന് ഈ ആ പ്രശ്നത്തിന് പരിഹാരം തന്ന് നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ കഴിയുന്ന, നിങ്ങളെ മുന്നോട്ട് വഴി നടത്തുന്ന ഒരു യേശു ഉണ്ട് എന്ന് ഈ സന്ധ്യയിൽ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാന്യ സ്നേഹിതരെ, ഞങ്ങളുടെ പിതാക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പിടവോ ശൂന്യതകളോ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കതിനൊരു പരിഹാരം തരാൻ യേശു മതിയായവനാണ്. നിങ്ങളുടെ ആ വിഷയങ്ങൾക്ക് പരിഹാരം തന്ന് നിങ്ങളെ ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന ഒരു യേശു ഉണ്ട്. രാത്രിയിൽ ഈ സന്ധ്യയിൽ ആ യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. ആ യേശുവിന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളൊന്ന് കൊടുക്കുമോ? ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന് നിങ്ങളുടെ ജാതി വിഷയമല്ല, മതം വിഷയമല്ല, നിങ്ങളുടെ യാതൊന്നും അവന് വിഷയമല്ല. അവന് നിങ്ങളുടെ ഹൃദയം അവന് വേണ്ടി ഒന്ന് കൊടുക്കുവാൻ തയ്യാറാകുക. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വന്ന എന്നെയും കൂടെ രക്ഷിക്കണമേ, എന്നെയും സഹായിക്കണമേ, ഈ പാപത്തിൽ നിന്നൊരു മോചനം എനിക്ക് തരയണമെന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ സന്ധ്യയോട് അടുക്കുന്ന സമയം, അടുത്ത പ്രഭാതത്തിലേക്ക് നീ കടന്നു വരുന്നതിന് മുമ്പ് ഒരു പുതിയ ജീവിതം തന്ന് നിന്നെ സന്തോഷവാനാക്കി, സന്തോഷവതിയാക്കി, പ്രത്യാശയുള്ള ജീവിതത്തിന്റെ ഉടമയാക്കി മാറ്റുവാൻ ആ യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഈ സന്ധ്യയിൽ അവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. തകർന്നടിഞ്ഞു പോയ നിങ്ങളുടെ കുടുംബത്തെ പണിതെടുക്കുവാൻ യേശു ശക്തനായ ദൈവമാണ്. ഈ യേശുവിന് കഴിയും.
നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ കാണുന്നു, സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യന്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെന്നു. ദേശം മുഴുവനും ആ മനുഷ്യനെ കുറിച്ച് വിധി എഴുതിയത് അദ്ദേഹം ഒരു പിടിച്ചുപറിക്കാരൻ എന്നാണ്. നോക്കണമേ, ഈ യേശുവിനെ കാണുവാൻ വളരെ ആഗ്രഹിച്ച സക്കായി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് അദ്ദേഹം കടന്നു കയറി. യേശുവിനെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ശ്രദ്ധിച്ചാട്ടെ, ആ യേശു ആ മനുഷ്യൻ കയറിയ കാട്ടത്തിയുടെ ചുവട്ടിലൂടെ കടന്നു വന്നു. യേശുവിനെ കാണണമെന്ന് ആരാഗ്രഹിക്കുന്നോ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് വരുവാൻ യേശു ആഗ്രഹിക്കുന്നു. നിനക്ക് അങ്ങനെ ഒരു ഹൃദയം, മാതാവേ, പിതാവേ, അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ യേശു ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് യേശു കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശൂന്യത നിറഞ്ഞ, നിങ്ങളുടെ തകർന്നടിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു പുതുജീവൻ നൽകി നിങ്ങൾക്ക് സമൃദ്ധമായ ഒരു ജീവൻ നൽകുവാൻ കഴിയുന്ന യേശുവിനെ നിങ്ങൾക്ക് ആവശ്യമാണോ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മാർത്ഥമായി ആ കരം വെച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ, എന്റെയും ഭവനത്തിലേക്ക് കടന്നു വന്ന് എന്റെ ഇടുങ്ങിയ, എന്റെ ഞെരുക്കം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന എന്റെ ജീവിതത്തെ മാറ്റി പ്രത്യാശയുള്ളൊരു ജീവിതം തന്ന് എന്നെ ഈ ഭൂമിയിൽ നയിക്കുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങനെ സഹായിക്കണമേ, അങ്ങനെ കരുതണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശൂന്യതയുള്ള ജീവിതത്തെ പണിതെടുത്ത് പ്രത്യാശ നൽകി, സന്തോഷം നൽകി, സംതൃപ്തി നൽകി, ധൈര്യം നൽകി, ഈ ഭൂമിയിൽ ഒരു പുതിയ ജീവിതം തന്ന, ഒരു വിജയകരമായ ജീവിതം തന്ന, നിങ്ങളെ ജയത്തോടെ നടത്തുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ വിഷയങ്ങൾ, അത് മുഴുവനും വഹിക്കുവാൻ കഴിയുന്ന ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു കർത്താവ് ഈ പ്രകാരം വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. സ്നേഹിത, നിങ്ങൾ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ഭാരങ്ങളെ മുഴുവനും വഹിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് തന്റെ സ്വന്തം തോളിലാണ് ആ പച്ചമരക്കുരിശ് ചുമന്നിട്ട് ആ ക്രൂശിൽ അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു. എന്തിനാണ്? നാം വഹിക്കേണ്ട ഭാരം, നാം വഹിക്കേണ്ട കുരിശ്, നാം വഹിക്കേണ്ട ചുമട് യേശു കർത്താവ് സ്വയം ഏറ്റെടുത്തു. ഇനി നീ ഒരു കുരിശ് ചുമന്നുകൊണ്ട് നീ ഗോൽഗോഥയിലേക്ക് പോകണ്ട. നീ ആ കുരിശ് ചുമക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി 2024 പരം വർഷങ്ങൾക്കപ്പുറമായി അവൻ മുഴുവൻ ഭാരങ്ങളും ചുമന്ന് അവൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ യേശുവിനെ സ്വീകരിച്ച് ഈ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ തീരുമാനിക്കുക, എന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ കർത്താവെ അങ്ങേക്ക് മാറ്റുവാൻ കഴിയും, എന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ അങ്ങേക്ക് കഴിയും. ഇന്ന് ഞാനത് തീരുമാനിക്കുന്നു. നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെ ഇരുന്നാലും, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഒരുപക്ഷെ കടന്നുപോയി പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടുള്ള, നോയമ്പ് നടത്തിയിട്ടുള്ള, നോക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇതുവരെ ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് സന്ധ്യയിൽ ഞങ്ങളോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ധ്യയിൽ ഈ ദേശത്തോട് നിന്റെ വചനം